ഡൽഹി മുഖ്യമന്ത്രിയും അഴിമതിക്കെതിരെ അണ്ണാ ഹസാരെ നടത്തിയ കുരിശുയുദ്ധത്തിൽ കുന്തപ്പടയാളിയുമായിരുന്ന സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തീഹാർ ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് കോടതി ജാമ്യം നിഷേധിച്ചു. എൻഫോഴ്സ്മെൻറ്റ് ചാർജ് ചെയ്യുന്ന കേസുകളുടെ ഒരു പ്രത്യേകത അതാണ്. പ്രിവെൻഷൻ അഗൻസ്റ്റ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞൊരു ഭയങ്കരമായ നിയമമാണ്. അതിൽ എൻഫോഴ്സ്മെൻറ്റുകാർക്ക് വലിയ അധികാര അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവർ പിടിക്കുന്ന ആളുകൾ അത്ര പെട്ടെന്നൊന്നും സൂര്യപ്രകാശം കാണുകയില്ല. മാസങ്ങൾ തന്നെ കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷ വച്ചു പുലർത്താനെങ്കിലും കഴിയൂ. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി എന്നൊരു മന്ത്രി ജയിലിൽ കിടക്കാൻ പറഞ്ഞിട്ട് കുറേ കാലം ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല. പുള്ളി കോടതി ജയിലിൽ പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഹൃദയ ശസ്ത്രക്രിയ വരെ നടത്തി നോക്കി, എന്നിട്ടും രക്ഷ കിട്ടിയില്ല. മദ്രാസ് ഹൈക്കോടതിയിലെ 1-2 ജഡ്ജിമാർ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ വേണ്ടി പഠിച്ച പണി 19 പയറ്റി നോക്കി, എന്നിട്ടും രക്ഷ കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ അഴിമതി വിരുദ്ധനായ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർബന്ധിതനായി. അപ്പോൾ ഇതാണ് എൻഫോഴ്സ്മെൻറ്റുകാർ വന്നാൽ ഒരു വലിയ പ്രശ്നം. അരവിന്ദ് കെജ്രിവാളിനെ പോലെ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ട് കുരിശുയുദ്ധം നടത്തിയതല്ല, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് പറയുന്നതാണ് കോടതിക്ക് സ്വീകാര്യമായിട്ടുള്ളത്. അങ്ങനെ കെജ്രിവാൾ ആ ജയിൽവാസം തുടരുകയാണ്. പിന്നെ ഇത് മുഴുവനും ഈ ഭരണകൂട ഭീകരതയാണ് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. തൽക്കാലം അതേ മാർഗമുള്ളൂ. ഞാനിവിടെ പറയാൻ വന്ന സത്യത്തിൽ കെജ്രിവാളിനെ കുറിച്ചല്ല. നമ്മുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പലതവണ ഇവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. തൃശ്ശൂരിനടുത്ത്, അത് ഇരിങ്ങാലക്കുടയ്ക്ക് തൃശ്ശൂരിനും ഇടയ്ക്കുള്ള ഒരു ഗ്രാമമാണ് കരുവന്നൂർ. അവിടെയുള്ള സഹകരണ ബാങ്കിൽ നിന്ന് നമ്മുടെ സഖാക്കൾ കാലാകാലങ്ങളായിട്ട് കുറേ അധികം പണം അടിച്ചു മാറ്റി. 103 കോടി പോയി എന്നാണ് സഹകരണ വകുപ്പുകാർ പറയുന്നത്. അതല്ല, 300-ലധികം കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് മലയാള മനോരമക്കാർ പറയുന്നത്. ഏതാണ് ശരിയെന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഏറ്റവും കുറഞ്ഞത് 103 കോടി രൂപയെങ്കിലും അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് CPM ഭരിക്കുന്ന ഒരു സഹകരണ ബാങ്കാണ്. അവിടുത്തെ ഭരണസമിതി അംഗങ്ങളെല്ലാവരും CPMകാരായിരുന്നു. സെക്രട്ടറിയും CPMകാരനായിരുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും CPMകാരായിരുന്നു. അങ്ങനെ CPMകാർക്ക് വേണ്ടി CPMകാർ നടത്തുന്ന ഒരു CPM സഹകരണ ബാങ്കായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക്. അവിടെ നിന്ന് വലിയ തോതിൽ പണം അപഹരിക്കപ്പെട്ടു. ഈ പണം അപഹരിച്ചവരൊക്കെ ബാങ്കിലെ ജീവനക്കാരായിരുന്നു, അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളായിരുന്നു. ഇവരൊക്കെ സഹകരണ വകുപ്പിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയുമായിട്ട് ആളുകളെ പറ്റിച്ച് അങ്ങനെ സുഖസുഭിക്ഷമായിട്ട് ജീവിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരപ്പെട്ടത്. എൻഫോഴ്സ്മെൻറ്റുകാർ വന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ആകെ പുലിവാലായി. പ്രത്യേകിച്ച് നമ്മുടെ മുൻ സഹകരണ മന്ത്രി AC മൊയ്തീൻ, അതുപോലെ ആലത്തൂർ മുൻ MP സഖാവ് PK ബിജു, പിന്നൊരു PK ഷാജൻ, സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന സഖാവ് MK കണ്ണൻ, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന നമ്മുടെ സഹകരണ മന്ത്രി, സഹകരണമല്ല, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ, പിന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി സഖാവ് MM വർഗീസ്, ഇവരൊക്കെ ഡേ ടു ഡേ ബേസിൽ എൻഫോഴ്സ്മെൻറ്റുകാർ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷന് മുമ്പ് അറസ്റ്റ് ചെയ്യുമോ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ സംശയവും. അതിനിടയ്ക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്നൊരു വാർത്ത മനോരമാധി പത്രങ്ങളിൽ കണ്ടു. അപ്പോൾ പാർട്ടിയുടെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്, പാർട്ടിക്ക് രഹസ്യ ഇടപാട് ഒന്നും തന്നെ ഇല്ല, എല്ലാം പരസ്യമായ ഇടപാട് മാത്രമേ ഉള്ളൂ. അത് കരുവന്നൂർ ബാങ്കിലാണെങ്കിലും ശരിയാണ്, കാളികാവ് കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിലും ശരിയാണ് എന്നാണ്. ഏതായാലും കരുവന്നൂരിൽ ഇപ്പോൾ പുലി ഇറങ്ങി ഈ വിഷയം വീണ്ടും സജീവമാക്കി നിർത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഇതിലൊരു തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ആളുകളുടെ കാശ് പോയോ എന്ന് ചോദിച്ചാൽ അതൊരു സത്യവുമാണ്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, പ്രത്യേകിച്ച് CPMകാരുണ്ട്. കാരണം ബാങ്കിലെ അംഗങ്ങളിൽ CPMകാരാണ് കൂടുതൽ, ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരിലും CPMകാരാണ് കൂടുതൽ, ബാങ്കിൽ പണം നിക്ഷേപിച്ചവരിലും CPMകാരാണ് കൂടുതൽ. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി പാർട്ടി നടത്തിയ ഈ പാർട്ടി തട്ടിപ്പ് വീണ്ടും ചർച്ചയായിട്ട് വരുമ്പോൾ കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല, പരിസരത്തുള്ള മറ്റ് പല ബാങ്കുകളിലും ഏറെയും കുറഞ്ഞ് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വിഷയം സജീവമാക്കി നിർത്താനും അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു മൈലേജ് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് കിട്ടാനുള്ള ശ്രമമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും ഈ കോടികൾ നഷ്ടപ്പെട്ടത് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ കിടക്കുകയാണ്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ സാന്ത്വനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPMന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി.
അപ്പോൾ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിച്ച പൈസയിൽ നിന്ന് കുറച്ച് ഈ ആളുകൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ഒരു ബക്കറ്റ് പിരിവ് നടത്തുക. എന്നിട്ട് ആ ബക്കറ്റിൽ കൂടി പിരിഞ്ഞ് കിട്ടുന്ന പൈസ കരുവന്നൂർ ബാങ്കിൽ നഷ്ടപ്പെട്ട ഈ നിക്ഷേപകർക്കും മറ്റാളുകൾക്കും വിതരണം ചെയ്യുക. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അധികം വൈകാതെ കെ രാധാകൃഷ്ണനും പി കെ ബിജുവൊക്കെ എൻഫോഴ്സ്മെൻറ്റുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് വമ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ പ്രകടനം ആ തൃശ്ശൂർ റൗണ്ടിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതൊക്കെ നമ്മൾ കാണേണ്ടവർ. നമുക്ക് ആർക്കും അത് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും പാർട്ടി തിരിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ഉടനെ തന്നെ തുടങ്ങി വെക്കേണ്ടത്. അതില്ലാത്തടത്തോളം കാലം ഈ നേതാക്കന്മാരിൽ പലരും, മൊയ്തീൻ സഖാവാണെങ്കിലും ശരിയാണ്, ബേബി ജോൺ സഖാവാണെങ്കിലും ശരിയാണ്, പി കെ ഷാജൻ സഖാവാണെങ്കിലും കണ്ണൻ സഖാവാണെങ്കിലും ഇടക്കിടയ്ക്ക് എൻഫോഴ്സ്മെൻറ്റുകാരുടെ സ്വപ്നം കണ്ട് ഉറക്കം ഞെട്ടും എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ലാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.